Hey guys, so ഇതിനു മുന്നേ നമ്മൾ സാംസങ്ങിന്റെ ഗാലക്സി M13 5G അൺബോക്സ് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ നോർമൽ M13ന്റെ 5G വെർഷൻ ആയിരുന്നു. ഇപ്പോൾ ദാ സാംസങ് ഗാലക്സി M14 5G ഇറങ്ങിയിട്ടുണ്ട്. സോ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. അൺബോക്സിംഗ് ഒന്നുമില്ല, ബോക്സിനകത്ത് നമ്മൾക്ക് സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? ഒരു USB Type C to Type C കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് ലഭിക്കുന്നുണ്ട്. പുറകിലായിട്ട് സിം ടൂളും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നോക്കിയപ്പോഴാണ് ഈ M സീരീസ് ഉണ്ടല്ലോ, ആമസോണിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോയേക്കുന്ന ഒരു സീരീസ് ആയിട്ടാണ് കാണാനായിട്ട് പറ്റിയത്. പക്ഷേ എനിക്കിപ്പോഴും നമ്മുടെ പഴയ M സീരീസിൽ ഏതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി M30 ആമോലെഡ് സ്ക്രീനൊക്കെ വന്നിട്ടുണ്ടായി. അതൊക്കെ ഭയങ്കര ഒരു അടിപൊളി ഫോണായിരുന്നു. എന്തായാലും M13 5G വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ M14 5Gയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ചേഞ്ചസ് ഉണ്ട്. ഇതിൽ 2 ക്യാമറ ഉണ്ടായുള്ളൂ, ഇതിൽ 3 ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രൈമറി ആയിട്ടുള്ള 50 മെഗാ പിക്സൽ ക്യാമറ കൂടാതെ 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടലി ആ ഒരു ഡിസൈനിലും ഫിനിഷിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് മാറ്റ് ഫിനിഷ് ആയിരുന്നു. ഇത് കൈൻഡ് ഓഫ് ഗ്ലോസി ഫിനിഷ് ആണ്. ഒരു ഗ്രേഡിയൻ, ഇത് വൈറ്റ് കളർ അല്ല ശരിക്കും പറയും, ഒരു വൈറ്റും പിങ്കും ഒരു മെറ്റാലിക് ഷെയ്ഡ് പോലെയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും ഫോണിന്റെ താഴെ സ്പീക്കർ ഗ്രില്ല്, USB Type C പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മുകളിലായിട്ട് നമുക്കൊരു സെക്കൻഡറി മൈക്രോഫോൺ, ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സ്, ഇത് ഇവിടെയായിട്ട് പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ, ഇത് ഇവിടെയായിട്ട് സിം ട്രേ വരുന്നുണ്ട്. ബാക്കിൽ സാംസങ് ലോഗോയും 3 ക്യാമറയും ഉണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്പ്ലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആ ഒരു ഡ്രോപ്പ് നോച്ച് ഷേപ്പ് തന്നെയാണ് ഇതിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഫുൾ HD+ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 1080p റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും കൂടെ ലഭിക്കുന്നുണ്ട്. ഔട്ട്ഡോർ യൂസിൽ ഈ തണലത്തൊക്കെ കുഴപ്പമില്ല, ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ വിസിബിലിറ്റി ലേശം കുറവായിരിക്കും. എന്തായാലും തണലത്തിരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഡിസ്പ്ലേയിൽ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനകത്ത് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം ആ ഒരു ഗൊറില്ല ഗ്ലാസ് 5 ഉണ്ടായില്ല, ഇക്കൊല്ലം അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള 50 മെഗാ പിക്സൽ ക്യാമറ. ഈ ക്യാമറയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഡേ ടൈമിൽ ഫോട്ടോസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ നൈറ്റ് ടൈമിൽ ആക്ച്വലി എനിക്ക് ആയി. കാരണം ഞാൻ നൈറ്റ് ടൈമിലെ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ഇത് നൈറ്റിലെടുത്ത കുറച്ച് ഫോട്ടോസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രെയിൻസ് ഇല്ലാണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ നൈറ്റിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കി. ആ ഒരു വീഡിയോയിൽ ഇത്ര ഒരു ബഡ്ജറ്റ് ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ ആണെന്ന് തോന്നിക്കാത്ത രീതിയിൽ ഗ്രെയിൻസ് കുറവാണത്. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ചുമ്മാ ഈ ഒരു ഫോൺ കിട്ടിയ സമയത്ത് എന്തെങ്കിലും വീഡിയോ എടുത്ത് നോക്കണം, രാത്രിയാണ് കിട്ടിയെന്നുള്ള രീതിക്ക് എടുത്തതാണ്. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ആ ഒരു വ്യത്യാസം നമുക്കിവിടെ കാണുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ കൊല്ലം ഫ്രണ്ട് ക്യാമറ പെർഫോമൻസ് നല്ലതായിരുന്നുവെങ്കിലും 5 മെഗാ പിക്സൽ മാത്രമേ ഉണ്ടായുള്ളൂ. സോ ഡീറ്റെയിൽസ് കുറവായിരുന്നു. ഇക്കൊല്ലം ഫ്രണ്ട് ക്യാമറ 13 മെഗാ പിക്സലാക്കി മാറ്റിയിട്ടുണ്ട്. അതേ ഒരു ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗും ഉണ്ട്. ആൻഡ് HDR ഒക്കെ അത്യാവശ്യം നല്ലതാണ്. വീഡിയോ സെക്ഷനിൽ നമുക്ക് 1080p 30 FPS വരെയാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും എടുക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ 1080pയിൽ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും ലഭിക്കുന്നത്. ആൻഡ് ഇതിലുള്ള മൈക്രോഫോണിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ M സീരീസിനെ അവർ മോൺസ്റ്റർ സീരീസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ബാറ്ററിയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഫോൺ അപേക്ഷിച്ച് ഇതിന്റെ തിക്നെസ് അത്ര അധികം കൂടിയിട്ടില്ല എങ്കിലും ഇതിന്റെ ബാറ്ററി 6000 mAh ലഭിക്കുന്നുണ്ട്. ആൻഡ് വേറെ ഇംപ്രസീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഇത് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സാംസങ്ങിൻ്റെ 25 വാട്ടിൻ്റെ ചാർജറില്ലേ, PD ചാർജർ, അതെ, ഈ കാണുന്ന സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അത് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ 25 വാട്ടിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് ഞാൻ യൂട്യൂബിൻ്റെ പ്രോഡക്റ്റ് ടാഗിങ്ങിൽ ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ 6000 mAh ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ ചിപ്സെറ്റിലും അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം Dimensity 700 ആയിരുന്നു, ഇപ്രാവശ്യം എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ്, Exynos 1330. വെൽ, എക്സിനോസ് ചിപ്സെറ്റ് ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ 7 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിരുന്നു, ഇക്കൊല്ലത്തെ 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് 2 ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, പ്രോസസിംഗ് പവർ ബെറ്റർ ആയിരിക്കും, അതുപോലെ തന്നെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും. AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷത്തോളം ഒക്കെ വരുന്നുണ്ട്. സോ 4 ലക്ഷത്തോളം വരുന്ന AnTuTu സ്കോർ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ടാസ്കുകൾക്കൊന്നും അങ്ങനെ യാതൊരു ലാഗും ജിറ്ററിങ്ങും ഒന്നും വരുന്നില്ല. അതുപോലെ കാഷ്വൽ ഗെയിമിംഗ്, ഇപ്പോൾ ടെമ്പിൾ റണ്ണോ അങ്ങനത്തെ കാഷ്വൽ ഗെയിംസ് കളിക്കാനൊക്കെ യാതൊരു പ്രശ്നമില്ല. ആൻഡ് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 13 One UI കോർ 5.1 വെർഷനിലാണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ആൻഡ്രോയിഡ് 13 14 15 ലഭിക്കും. ആൻഡ് 4 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ആൻഡ് One UI കോർ നമ്മൾ നോക്കുവാണെങ്കിൽ One UIയിലുള്ള അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള OS ആണ്. ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്, ലൈക്ക് പ്രൈം വീഡിയോ, സ്നാപ്ചാറ്റ്, ട്രൂ കോളർ, ജിയോ സിനിമ, കാൻഡി ക്രഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഓവറോൾ ആ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ആക്ച്വൽ One UIൻ്റെ അതേ ഒരു പെർഫോമൻസ് കിട്ടും. പക്ഷേ
പക്ഷേ ചില ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക പ്രീമിയം ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ലഭിക്കില്ല. അതായത് ടാപ്പ് ആൻഡ് പേ, NFC ഇല്ല, പക്ഷേ സാംസങ് വാളറ്റ് ഉണ്ട്. അതായത് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് UPI വഴി പേയ്മെൻറ്റ് ചെയ്യാം. ഈവൻ ആധാർ കാർഡ്, അങ്ങനെ പാൻ കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാംസങ് വാളറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയുടെ ഡാഷ്ബോർഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ കോൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ വോയിസ് ഫോക്കസ് എന്ന് പറഞ്ഞ മോഡുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ട്രാഫിക് സമയത്തൊക്കെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ വോയിസ് ഫോക്കസ് ഓൺ ചെയ്താൽ നിങ്ങളുടെ ശബ്ദം മാത്രം ബെറ്റർ ആയിട്ട് കേൾക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ആക്ച്വൽ 1UI കാണുന്ന കോൾ സ്ക്രീനിൽ വരുമ്പോൾ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമേഷൻസ് ഒക്കെ ഇല്ലേ, കോൾ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ പരിപാടിയൊക്കെ ഇതിനകത്തും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 5G ആണ്. ആൻഡ് 13 5G ബാൻഡുകൾ. സാംസങ്ങിൻ്റെ എല്ലാ ഒട്ടുമിക്ക ഫോണുകളിലും കുറേ 5G ബാൻഡുകളുണ്ട്. നല്ലൊരു കാര്യമാണ്. 13 5G ബാൻഡ്സ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. സോ ഒരു 5G റെഡി സ്മാർട്ട് ഫോണും കൂടെയാണ്. ഇതുവരെ ഞാൻ ഡിസ്പ്ലേയുടെ ടൈപ്പ് പറയാനായിട്ട് പറഞ്ഞു. ഡിസ്പ്ലേ ടൈപ്പ് LCD ആണ് കേട്ടോ. PLS LCD ആണ് ഡിസ്പ്ലേ ടൈപ്പ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഏകദേശം 206 ഗ്രാമിൻ്റെ ഒരു വെയിറ്റ് ആണ് വരുന്നത്. പക്ഷേ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യം കൊള്ളാവുന്നതുകൊണ്ട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലുള്ള ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB റാമും 120GB സ്റ്റോറേജും ഉള്ള വേരിയൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് RAM പ്ലസ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സ്റ്റോറേജിനെ തന്നെ RAM ആയിട്ട് മാറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു UFS 2.0 ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആക്ച്വൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള UFS എന്ന് മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും RAM പ്ലസ് ഫീച്ചർ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സാംസങ് M13 5G ഏകദേശം 12-13 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമാണ് ഈ ഫോൺ വരുന്നതെന്നുള്ളതുകൊണ്ട് ഏകദേശം ആ ഒരു പ്രൈസാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 13,000 ലോവർ വേരിയൻ്റ് ഒക്കെ ഏകദേശം 11-12 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആക്ച്വൽ പ്രൈസിങ് എനിക്ക് അറിയില്ല കേട്ടോ. ലോഞ്ചിൻ്റെ ടൈമിൽ അറിയാൻ പറ്റില്ല. ഞാൻ പിൻഡ് കമൻസിൽ അത് കൊടുത്തേക്കാം കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് എന്താണെന്നുള്ളത്. സോ എൻ്റെ ഒരു ഫൈനൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓവറോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ വേണം. അത്യാവശ്യം എന്താ പറയുക, നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യണം, എന്നാൽ നല്ല രീതിയിൽ ബാറ്ററി നിൽക്കണം, കയ്യിൽ നിന്നൊക്കെ താഴെ വീണ സ്ക്രീൻ പൊട്ടിപ്പോവാതിരിക്കണം, അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് വേണം, ഡേ ടു ഡേ ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്, ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ വേണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് സാംസങ്ങിൻ്റെ ഗാലക്സി M14 5G. ഓൾസോ ഇതൊരു ഗെയിമിംഗ് ഡിവൈസും കാര്യങ്ങളൊന്നുമല്ല. പ്ലസ് ഡിസ്പ്ലേ ഒക്കെ കണ്ടല്ലോ, ഇതൊരു PLS LCD ഡിസ്പ്ലേ ആണ്, ഡ്രോപ്പ് നോച്ച് ആണ്. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആ ഒരു ജനറേഷൻ ടൈപ്പ് ഓഫ് ആൾക്കാർക്കുള്ള ഫോണല്ല, മറിച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എൽഡർലി ആയിട്ടുള്ള എനിക്കൊരു ഫോൺ വേണം, നല്ലതായിരിക്കണം, ലാസ്റ്റ് ചെയ്യണം, അപ്ഡേറ്റ് കിട്ടണം എന്നുള്ളവർക്കുള്ള ഫോണായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.